ഈ ചാനൽ സ്ഥിരമായി ലഭ്യമാകാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇങ്ങനെയെല്ലാം നമുക്ക് CSS കമാൻഡുകൾ ഒരു വെബ് പേജിൽ കൊടുക്കാം. Insert CSS commands in 3 ways in a web page. First one, external style sheet. Second one, internal style sheet and inline style. 3 വിധത്തിൽ നമുക്ക് CSS കമാൻഡ്സ് ഒരു വെബ് പേജിൽ കൊടുക്കാൻ കഴിയും. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റുകളായിട്ടും ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റുകളായിട്ടും ഇൻലൈൻ കമാൻഡുകളായിട്ടും നമുക്ക് ഈ കോഡുകൾ നമ്മൾക്ക് ഒരു വെബ് പേജിൽ കൊടുക്കാൻ കഴിയും. എങ്ങനെയാണ് ഈ കമാൻഡ്സുകൾ കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. നമ്മളൊരു HTML പേജ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഒരുപാട് സ്റ്റൈൽ കമാൻഡ്സുകളുണ്ട്, അല്ലെങ്കിൽ സ്റ്റൈൽ ടാഗുകൾ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ഫോണ്ട് മാറ്റണമെങ്കിൽ ലെസ് ഫോണ്ട് ഫേസ് ഈസ് ഈക്വൽ ടു ഏരിയൽ എന്ന് കൊട്ടേഷനിൽ കൊടുത്താൽ ഏരിയൽ ഫോണ്ടായിരിക്കും നമുക്ക് ലഭ്യമാവുക. അതേപോലെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് മാറ്റാം. ആ HTML പേജിൽ എവിടെയാണോ നിങ്ങൾ കമാൻഡ്സ് കൊടുത്തത് ആ കമാൻഡ്സ് കൊടുത്ത സ്ഥലത്ത് മാത്രമായിട്ട് നിങ്ങളുടെ ഫോണ്ട് ഏരിയലാവുകയും സൈസ് പിക്സൽ റേറ്റ് നിങ്ങൾ 8 കൊടുത്തതെങ്കിൽ 8 മാറുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ ഓരോ ലൈനിലും നമ്മൾക്ക് കമാൻഡ്സ് കൊടുത്തു പോവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മൾക്ക് CSS എന്ന് പറഞ്ഞിട്ടുള്ള കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് പേര് കാണിക്കുന്നത് പോലെ തന്നെ എക്സ്റ്റേണലായിട്ട് ഒരു ഫയലായി നമ്മൾ CSS കമാൻഡ്സ് കൊടുക്കുകയാണ് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിൽ ചെയ്യുന്നത്. നോക്കാം നമ്മൾക്ക്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? An external style sheet is ideal application of styles in multiple pages. With an external style sheet, you can change the look of an entire website by changing one CSS file. ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു CSS ഫയലിനകത്ത് മാത്രം മാറ്റം വരുത്തിയിട്ട് നിങ്ങളുടെ മുഴുവൻ വെബ് പേജുകളെയും ഒരു പ്രത്യേക തരത്തിൽ മനോഹരമാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് പേജുകളെ മാറ്റാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1. ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് എ CSS ഫയൽ യൂസിങ് എനി ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് ഷുഡ് ബി സേവ് ഇൻ .css എക്സ്റ്റൻഷൻ. ദ ഫയൽ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനി HTML ടാഗ്സ്. ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പ്. ഇവിടെ ഞാൻ ബൈത്തോളജി എന്ന പേരിലൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫോൾഡറിലാണ് നമ്മുടെ വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഫയലുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. 2 HTML ഫയലും ഒരു CSS ഫയലും ആണ് എനിക്കിതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ എഡിറ്ററായിട്ടുള്ള Gedit ഉപയോഗിച്ചിട്ട് ഒരു empty ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഫയലിലാണ് നമ്മുടെ ഫസ്റ്റ് HTML ഫയൽ, അതായത് ഹോം പേജിൻ്റെ HTML ഫയൽ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബേസിക് ടാഗുകൾ നമുക്കതിനകത്ത് കൊടുക്കണം. HTML HTML ഗ്രേറ്റർ ദാൻ /HTML ഗ്രേറ്റർ ദാൻ. അതിനുശേഷം നമുക്ക് ഹെഡ് എന്ന് പറയുന്ന ടാഗ് കൊടുക്കുക. ഹെഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. ബോഡിയിലെ കണ്ടന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കൂടുതൽ വരും. അപ്പോൾ നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച ഒരു ഫയലിലെ കണ്ടന്റ് ഞാൻ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തു. നമ്മുടെ ഹോം പേജാണിത്. അപ്പോൾ ഹോം പേജ് .html എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ ഇത്രയും കണ്ടന്റ് നമ്മൾ കൊടുത്തു. അത് പിന്നെ നമ്മുടെ സേവ് ചെയ്തു. ഇനി അത് ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഇവിടുത്തെ കണ്ടന്റ് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടാകും, ഈ കണ്ടന്റ് വ്യക്തമായിട്ട് ലേഔട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് നമുക്കിവിടെ വെസ്റ്റേൺ സ്റ്റൈൽ ഷീറ്റ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട്, വെബ് പേജ് ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എഡിറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ അതിനകത്ത് CSS കമാൻഡ് 1 by 1 കൊടുക്കുകയാണ്.
മാർജിന് -left സെമിക്കോളൻ 20px, അതായത് 20 പിക്സലായിട്ട് മാർജിൻ ലെഫ്റ്റ് സൈഡിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കോഡുകൾ നമുക്ക് ഉടനെ ഇവിടെ കൊടുത്തിട്ട് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സേവ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു. ടെസ്റ്റ് എന്നാണ് ഈ ഫയലിൻ്റെ പേര് കൊടുക്കുന്നത്. അപ്പോൾ test.css എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കൊടുത്ത് ഈ ഫയൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള കമാൻഡ്സും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ അത്രയും കമാൻഡ്സ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മാർജിൻ -left 20px എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ മാർജിൻ 20px ആയിട്ട് ലെഫ്റ്റ് ഇൻഡൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് അലൈൻ ജസ്റ്റിഫൈ എന്ന് പറയുന്ന അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ബ്ലൂ, ഫോണ്ടിൻ്റെ കളർ ബ്ലൂ ആണ്. ഫോണ്ട് ഫാമിലി ഏരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫോണ്ട്. പിന്നെ അതുകൂടാതെ എനിക്ക് ബോഡിക്ക് അകത്തൊരു ഇമേജ് ഒരു വാട്ടർമാർക്കായിട്ട് കാണിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബോഡി കേളി ബ്രാക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് -image URL ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊട്ടേഷനിൽ ആ ഫയലിൻ്റെ പേര് .jpg ഏത് ഫയൽ ഫോർമാറ്റാണെന്നോ അത് കൊടുക്കണം. കൊട്ടേഷൻ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കേളി ബ്രാക്കറ്റ്. അപ്പോൾ ഇത്രയും കൊടുത്ത് എൻ്റെ ഒരു CSS ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഫയലിൻ്റെ ലിങ്ക് നമ്മുടെ നേരത്തെ ഹോം പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെബ് പേജിലേക്ക് കൊടുക്കണം. അതിനോടെ ഇതിനകത്ത് കൊടുക്കുന്ന കമാൻഡ് നമ്മുടെ ഹോം പേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യപ്പെടും. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിങ്ക് കൂടി ഹെഡിനിടയിൽ കൊടുത്തിരിക്കണം. അതും നമുക്ക് നോക്കാം. ലിങ്ക് കമാൻഡ് നോക്കുക. അപ്പോൾ അതിനകത്ത് href കൊട്ടേഷനിൽ test.css കൊട്ടേഷൻ ക്ലോസ് ഗ്രേറ്റർ ദാൻ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്റ്റൈൽ ഷീറ്റുമായിട്ട് ഈ ഫയൽ ലിങ്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കൊടുത്ത് ഫയൽ സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഹോം പേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾ നോക്കുക, അതിനകത്ത് ഫോർമാറ്റിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ പാരഗ്രാഫ് ടാഗ് നമ്മുടെ ഹോം പേജിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് അത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വാട്ടർമാർക്ക് വരണം. അതിനുള്ള ഇമേജ് നമുക്ക് കൊടുക്കുക. ഫയൽ സേവ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർമാർക്കായി കൊടുത്ത ഇമേജ്. അപ്പോൾ നമുക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് തൊട്ടടുത്ത രണ്ടാമത്തെ ഫയലിലും ഇതേപോലെ ഫോർമാറ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ റെഫറൻസ് ലിങ്ക് കോണ്ടാക്റ്റ് എന്ന് പറയുന്ന ഫയലിലും നമുക്ക് ഹെഡിനിടയിൽ കൊടുത്താൽ മതി. നോക്കൂ, ഇപ്പോൾ കോണ്ടാക്റ്റ് ഫയലിലും നമ്മുടെ ഇമേജും നമ്മൾ കൊടുത്ത ഫോർമാറ്റും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. Internal style sheets. Internal style sheet should be used when a single document has a unique style. Define internal styles in the head section of an HTML page by using the style tag. എങ്ങനെയാണ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഒരു ഫയൽ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ About Us എന്ന് പറയുന്നൊരു ഫയൽ, ഒരു വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽ ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു പേജിൽ ഇപ്പോൾ പ്രത്യേക ഒരു ഫോർമാറ്റൊന്നും കൊടുത്തിട്ടില്ല. ഒരു ഹെഡിങ് ടാഗ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ ഹെഡിങ് കാണുന്നത്. GEDit വെച്ച് ഞാൻ ആ ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിനകത്ത് കൊടുത്ത ടാഗുകൾ ഇത്രയുമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വെബ്സൈറ്റിനകത്ത് ഈ ഒരു വെബ് പേജ് മാത്രം ഒരു വ്യത്യസ്ത സ്റ്റൈൽ എനിക്ക് കാണിക്കണം. അപ്പോൾ ഈ പേജിൽ മാത്രം ഒരു പ്രത്യേക സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് ഹെഡ് ടാഗിനിടയിൽ ഈ ഒരു സ്പേസ് നിങ്ങൾ നോക്കുക. ഈ ഹെഡിന് ഇടയിലാണ് നമ്മൾ ഇന്റേണൽ സ്റ്റൈൽ കൊടുക്കുന്നത്. സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റൈൽ എന്ന് പറയുന്ന
ടാഗ് ഉപയോഗിച്ചിട്ടാണ്. സ്റ്റൈൽ ഓപ്പൺ ചെയ്തു, സ്റ്റൈൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം എനിക്ക് എന്തൊക്കെ സ്റ്റൈൽ കോഡുകൾ വേണോ അത് ഇതിനിടയിലാണ് ഞാൻ കൊടുക്കുന്നത്. പാരഗ്രാഫ് സെലക്ടർ ഞാൻ കൊടുത്തു. ടെക്സ്റ്റ് അലൈൻ ലെഫ്റ്റ്. ഇത്രയും കമാൻഡുകളാണ് ഞാൻ ഈ ഒരു സ്റ്റൈൽ ടാഗിനിടയിൽ കൊടുത്തത്. ഒരു സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തു, സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്തു. ഹെഡിനിടയിലാണ് ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പെയാണ് ഞാൻ ഈ സ്റ്റൈൽ ടാഗ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യണം. മാർജിൻ ലെഫ്റ്റ് സൈഡിൽ ഒരു 100 വേണം. റൈറ്റ് സൈഡിൽ 800 പിക്സൽ കാണിക്കണം. ബോഡിയുടെ കളർ, ബോഡിക്കകത്തുള്ള കണ്ടന്റ് ടെക്സ്റ്റ് കളർ ബ്ലൂ ആയിരിക്കണം. ഇത്രയും കാര്യമാണ് എനിക്ക് ഈ പേജിൽ വരേണ്ടത്. നമുക്ക് ഫയൽ സേവ് ചെയ്യാം. കണ്ടോ, ഞാൻ നേരത്തെ കൊടുത്തിട്ടുള്ള ഫയലുകളിൽ നിന്നും, അതായത് ഹോം പേജിൽ നിന്നും അതേപോലെ കോണ്ടാക്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് ഒന്നും ഇല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ എൻ്റെ ടെക്സ്റ്റ് അലൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്റേണൽ സ്റ്റൈൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു പ്രത്യേക പേജിന് ഒരു പ്രത്യേക സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉപയോഗിക്കുന്നു. ഇൻലൈൻ സ്റ്റൈൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ലൈനിൽ ഒരു പ്രത്യേക സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് CSSൽ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇവിടെ എക്സാമ്പിളായി കൊടുത്തത് p style equal to quotation color colon blue semicolon quotation close greater than ഒരു സെന്റൻസ് കൊടുത്തു. I am an inline style /p greater than. ഈ I am an inline style എന്നുള്ളത് ഇപ്പോൾ കളർ ബ്ലൂ ആയി മാറും. നോക്കാം നമുക്ക് എങ്ങനെയെന്ന്. ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ നിർമ്മിച്ച About Us എന്ന HTML ഫയൽ. ഈ വെബ് പേജ് നമുക്ക് ഈ ഹെഡിങ്ങിന്റെ കളർ മാറ്റണം. എളുപ്പത്തിൽ നമുക്ക് ഒരു ഇൻലൈൻ CSS കോഡ് കൊടുത്ത് ഇത് മാറ്റിയെടുക്കാം. geditൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഹെഡിംഗ് ടാഗ് ഇതാ ഇവിടെ നമ്മൾ കോഡ് കൊടുക്കുകയാണ്. സ്റ്റൈൽ കളർ കോളൻ ഗ്രീൻ. ഫയൽ സേവ് ചെയ്തു. ബ്രൗസറിൽ നമ്മളെ ഫയൽ ചെക്ക് ചെയ്തു. ഹെഡിംഗ് കളർ ആ ലൈൻ മാത്രം നമ്മുടെ CSS കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ നിറം മാറ്റി. ഇതാണ് ഇൻലൈൻ CSS ആപ്ലിക്കേഷൻ.